ഗൈസ്, ഞാൻ നൗഷാദ് അപ്പോട്ടക്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എൻ്റെ നാട്ടിൽ കരുവാരക്കുണ്ടിൽ നമ്മൾ ഈ അടുത്ത കാലത്ത് പണി പൂർത്തീകരിച്ച ബിൽഡിംഗ് അപ്പോട്ടക് ആർക്കേഡ് അതിൻ്റെ മുന്നിലാണ്. വളരെ സന്തോഷം. കാരണം നമ്മുടെ നാട്ടിൽ 10-14 വർഷത്തെ പ്രവാസിയായി നിൽക്കുമ്പോൾ നമ്മൾ ഒരുപാട് ബാധ്യതകളെല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ചെറിയ സമ്പാദ്യത്തിൻ്റെ ഒരു വിഹിതം സ്വന്തം നാട്ടിൽ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി. അത് വളരെ ദൈവാനുഗ്രഹം കൊണ്ട് വളരെ നല്ല രീതിയിൽ തീർന്നു എന്ന സന്തോഷം ഞാൻ നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി എല്ലാ വർക്കും തീർന്ന് അത് റെന്റിന് കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ്, അതുപോലെ എൻ്റെ ഉമ്മയുടെ ഉമ്മയൊക്കെ എൻ്റെ കൂടെ ഉണ്ട്. കാരണം അവരുടെ പ്രാർത്ഥനകളും അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നാസർ ഖാന്റെ വളരെ സൂക്ഷ്മതയോടുള്ള മോണിറ്ററിങ്ങിലൂടെ ഈ ബിൽഡ് ചെയ്ത് വന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഞാൻ നാസർ ഖാനോട് തന്നെ ഇതിനെപ്പറ്റി ചോദിക്കാം. അദ്ദേഹത്തിനായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. നിങ്ങൾ മൊത്തത്തിൽ ഈ വർക്കിനെ കുറിച്ചും നമ്മളെ അസ്ഗർ MK ഗ്രൂപ്പ് ആണല്ലോ അതിന്റെ എഞ്ചിനീയറിംഗ് അതുപോലെ കോൺട്രാക്ടിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത്. നൗഷാദിന്റെ കസിൻ തന്നെയാണ്. അപ്പോൾ പിന്നെ വർക്കിൽ ഏറ്റവും മികച്ച വർക്കാണ്. കാരണം വെച്ചാൽ 24 മണിക്കൂർ ഞാൻ വർക്കിന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. കാരണം വെച്ചാൽ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും ഒക്കെ അത്ര നല്ല ഉറപ്പിലാണ്. പിന്നെ അത് നമ്മൾ പണിയെടുത്ത് വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പോൾ ഈ പുന്നക്കാട് പോയി ചുങ്കത്തുള്ളിൽ ഏറ്റവും നല്ലൊരു ഇഷ്ടപ്പെട്ട ബിൽഡിംഗ് ആണ്. എല്ലാവർക്കും നല്ല ഭംഗിയുള്ള ഒരു ബിൽഡിംഗ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഇനി റെന്റിന് എത്രയും വേഗം കൊടുക്കാനുള്ള പരിപാടിയിലാണ് ഉള്ളത്. ഇതിനൊക്കെ പുറമെ ഇതിന്റെ പിന്നിൽ നമുക്ക് അറിയാലോ, നമ്മുടെ ഏതൊരു സംരംഭം ഉണ്ടെങ്കിലും അതിൽ നമ്മളിലേറെ ആശങ്കയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും കാത്തിരിക്കുന്ന ചില ആളുകളാണ് നമ്മളെ മാതാപിതാക്കൾ അല്ലേ. അതിൽ എൻ്റെ ഇപ്പോൾ ഭാഗ്യവശാൽ എൻ്റെ മാതാവിൻ്റെ എൻ്റെ വല്യമ്മയും കൂടി ഇവിടെ കൂടെ ഉണ്ട്. ഞാൻ അവരോട് 2 വാക്ക് ചോദിച്ചു നോക്കട്ടെ. താത്തമ്മ, എന്തെങ്കിലും തോന്നുന്നത്? പെട്ടെന്ന് പോവോ? റെന്റായിട്ട് പോവില്ലേ? അപ്പോൾ വല്യമ്മാൻ്റെ സന്തോഷം കിട്ടി. ബിസ്മില്ലാ, നമുക്ക് ഇത് ഒഫീഷ്യലി അറിയിക്കുകയാണ് ഇത് റെൻ്റ് ഔട്ട് ചെയ്യണമെന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ കൂടെ എൻ്റെ ഉമ്മയുണ്ട്. ഇപ്പോൾ ഉമ്മാൻ്റെ 2 വാക്കും കൂടി ഈ ഒരു അവസരത്തിൽ നമ്മളെ തുടക്കാനുള്ളതെന്നില്ലേ നമ്മളെല്ലാവരും അറിയിക്കുകയാണ് നമ്മൾ റെൻറ്റിന് കൊടുക്കുകയാണെന്നുള്ളത്. അപ്പോൾ ഉമ്മാൻ്റെ എന്താണ് ഉമ്മക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്കെന്താ അൽഹംദുലില്ലാ ഇതിനെക്കുറിച്ച് നല്ലൊരു അഭിപ്രായം. അള്ളാൻ്റെ അനുഗ്രഹം എന്നേ പറയാനുള്ളൂ. ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് എൻ്റെ മോനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. വെറും ദുബായിൽ മാത്രം പോരാ, നമ്മുടെ സ്വന്തം നാട്ടിലും എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ വേണം എന്ന് എപ്പോഴും അവനോട് പറയാറുണ്ട്. ആ ആഗ്രഹം മുന്നിൽ വെച്ചിട്ടാണ് അവനിതിന് തുടക്കം കുറിച്ചത്. അപ്പം ഇനി എന്താ ഇത് പെട്ടെന്ന് വാടകയ്ക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി എപ്പോഴും പ്രാർത്ഥിക്കണ്ടേ. നല്ല അത്യാവശ്യം വാങ്ങുന്നവർക്കും കൊടുക്കുന്നവർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റെന്റ് കിട്ടിയിട്ട് ഇത് ഫുള്ള് ആക്റ്റീവ് ആവാൻ വേണ്ടി എപ്പോഴും പറയുന്നുണ്ട് പടച്ചവനോട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് ഇന്നാണ് അറിയിക്കുന്നത് ഇത് റെന്റ് ഔട്ട് ചെയ്യാൻ പോവാണ്. എല്ലാ പണിയും കഴിഞ്ഞു. ഇതിൽ മെയിനായിട്ട് നമുക്ക് 4 ഷട്ടർ അടിയിലും ഗ്രൗണ്ട് ഫ്ലോറിൽ, അതുപോലെ ഒരു കോണിക്കൂട്, അതുപോലെ 4 ഷട്ടർ ഫസ്റ്റ് ഫ്ലോറിൽ, പിന്നെ 4 റൂംസ് ആണ് താമസിക്കാൻ സൗകര്യമുള്ള, ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ള ഇതാണ് മെയിനായിട്ടുള്ളത്. ചെറിയൊരു സംരംഭം. നിങ്ങൾ പരമാവധി ആളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. നല്ല ആളുകളുടെ കയ്യിൽ, നല്ല കച്ചവടക്കാരുടെ കയ്യിൽ ഇത് കിട്ടട്ടെ എന്നും അവർക്ക് സ്ഥിരതയുള്ള ഒരു ബിസിനസ് ഇവിടെ ചെയ്യാൻ കഴിയട്ടെ എന്നും ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്.